Salam learning ആണ് മക്കളെ നമ്മൾ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മുടെ ക്വസ്റ്റൻ പാറ്റേണിൽ മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ ആകെ മൊത്തം മാറ്റങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കാനാണെങ്കിലും കഴിഞ്ഞ ആകെ ഒരു വർഷത്തെ ക്വസ്റ്റൻസേ നമ്മുടെ കയ്യിലുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷനിലായിരിക്കും. ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നമുക്ക് കുറേയധികം ക്വസ്റ്റൻസും കാര്യങ്ങളും ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. സോ മെഗാ മാരത്തോൺ ലൈവിൽ എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എഡിറ്റ് ദ ഫോളോയിങ്. സിമ്പിളാണ് കേട്ടോ. നമ്മളോട് എക്സാമിന് എഡിറ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു പാസേജ് ആയിരിക്കും. ആ പാസേജ് തന്നിട്ട് ഇതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ആ മിസ്റ്റേക്കുകൾ എഡിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കിക്കേ മക്കളെ. ഓൺ വെരി a day hot, Rebecca found her mother crying. Our crops have been bad this year, she said. Now our gods between sheep might die. Later at school, Rebecca asked his teacher why there had been so little rain that year. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു സെൻറ്റൻസ് ആണ്. ഇതിൽ എന്തൊക്കെയോ ചില തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. തെറ്റുകളെല്ലാം എടുത്ത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. മിസ്റ്റേക്സ് എല്ലാം എടുത്ത് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ മിസ്റ്റേക്സ് എന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കോമൺ ആയിട്ട് വരുന്ന ചില തെറ്റുകളാണ്. വേർഡ് ഓർഡറിൽ തെറ്റ് വരാടാം. അതായത് ഐ ആം ഹാപ്പി എന്നുള്ളത് ഐ ഹാപ്പി ആം അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. സോ ആ വേർഡ് ഓർഡർ കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റൻസ് കറക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്റ്റേക്കുകൾ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ ലെറ്റർ വരേണ്ട അടുത്ത് സ്മോൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും, സ്മോൾ ലെറ്റർ വരേണ്ട അടുത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും. ആ ടൈപ്പ് ഓഫ് മിസ്റ്റേക്കുകൾ നമുക്ക് വരാം. പിന്നെ ഇതുപോലെ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം അല്ലേ. പിന്നെ ഒരാളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോമൺ മിസ്റ്റേക്കുകളാണ് നമുക്ക് ഇവിടെ വരാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഓൺ വെരി എ ഡേ ഹോട്ട്. അതെന്താ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം വേർഡ് ഓർഡറിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. ഓൺ വെരി എ ഡേ ഹോട്ട് എന്നൊക്കെയാണോ പറയുക? അല്ല, ഓൺ എ വെരി ഹോട്ട് ഡേ. ഓൺ എ വെരി ഹോട്ട് ഡേ എന്നാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്. ഓൺ എ വെരി ഹോട്ട് ഡേ Rebecca found her mother crying. Our crops have been bad this year. ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആറെന്നുള്ളടുത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. എന്താണ് നമുക്കറിയാം, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെപ്പോഴും എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ, ഷീ സെഡ്. നൗ അവർ ഗോഡ്സ് ബിറ്റ്വീൻ ഷീപ്സ് മൈറ്റ് ഡൈ. ഗോട്ടും ഷീപ്പും മരിച്ചു പോയേക്കാം. ഇത് രണ്ടുമാണല്ലേ. ആടുകളും ചെമ്മരി ആടുകളും എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ആണോ? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഇടയിൽ നിന്നാണ് അർത്ഥം. എന്തിൻ്റെയെങ്കിലും ബിറ്റ്വീൻ ബുക്സ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പുസ്തകങ്ങളുടെ നടുവിലെന്നാണ് അർത്ഥം. അപ്പോൾ ഗോട്ടിൻ്റെയും ഷീപ്പിൻ്റെയും നടുവിലെന്നാണോ വരേണ്ടത്? അല്ല, ആടുകളും അല്ലെങ്കിൽ ചെമ്മരി ആടുകളും ഗോഡ്സ് ആൻഡ് ഷീപ്പ് എന്ന് വേണം വരാൻ അല്ലേ. ബിറ്റ്വീൻ അല്ല, ഗോഡ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേടാ. ലേറ്റർ അറ്റ് സ്കൂൾ റെബേക്ക ആസ്ക്ഡ്. ഇവിടെ റെബേക്കയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ? ഒരാളുടെ പേര് എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ക്യാപിറ്റൽ ലെറ്റർ അല്ലേ. REBECCA. Later at school, Rebecca asked his teacher why there had been so little rain that year. His teacher ആണോ വരിക? റെബേക്ക പെൺകുട്ടിയാണ് അല്ലേ. അപ്പോൾ ഹിസ് ആണോ അവിടെ വരേണ്ടത് അതോ ഹെർ ആണോ അവിടെ വരേണ്ടത്? ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ എങ്ങനെയാണോ ഒരു എഡിറ്റ് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ Rebecca found her mother crying. Our crops have been bad this year, she said. Now our goats and sheep might die. Later at school, Rebecca asked her teacher why there had been so little rain that year. Okay. സോ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റൻസ് നമ്മൾ വൈകിട്ട് മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാരത്തോണിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ നമുക്കിത് ക്ലാസ്സിൽ കാണാം, ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.